ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് പറയാൻ ആർക്കും തന്നെ അറിയത്തില്ല. സിനിമയിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ലൊരു വശമാണോ മോശം വശമാണോ അതൊരു വേറെ ലോകമാണോ, പുറമേ കാണുന്ന കളതൊന്നും സിനിമയ്ക്കുള്ളിലേക്ക് വരുമ്പോൾ ഉണ്ടാവില്ല, അങ്ങനെ പല രീതിയിലുള്ള ഒരു ഒരു ചുഴിക്കുള്ളിൽ പെട്ടുപോകുന്ന അവസ്ഥയാണ് സിനിമയ്ക്കുള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത്. നിങ്ങൾ സിനിമയിൽ എത്തിപ്പെട്ട പല ആൾക്കും ചോദിച്ചു നോക്ക്, നിങ്ങൾക്ക് സിനിമാ മേഖല ഇഷ്ടമാണോ, അത് ഇവിടെ നിലനിൽക്കാൻ ആഗ്രഹിച്ച് വന്നത് തന്നെ ഒരു ഭയങ്കര എങ്ങനെയും തിരിച്ചു പോയാൽ മതി, വരണ്ടായിരുന്നു എന്നുള്ള ചിന്തകൾ ഒരുപാട് പേരുണ്ട്. പലരുടെ ഇന്റർവ്യൂലൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് വരേണ്ടിയിരുന്നില്ല എന്നൊരു സ്ട്രെസ്സോട് കൂടി പറഞ്ഞ ആൾക്കാർ. ഇനി സപ്പോസ് വന്നതിന് ശേഷം നമ്മൾ ഒന്ന് രണ്ട് സിനിമയിൽ അഭിനയിച്ചു, സിനിമ വലിയ സക്സസ് ആയതിനു ശേഷം നമുക്ക് സിനിമകൾ കിട്ടുന്നില്ലെങ്കിൽ വേറെ ജോലികൾ തേടി പോകാൻ പലർക്കും മനസ്സ് വരില്ല. കാരണം സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു കൂലിപ്പണിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാനോ ആരുടെയും മനസ്സ് സമ്മതിക്കില്ല. സിനിമക്കാരൻ എന്ന രീതിയിൽ ലേബിൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ സർവേ ചെയ്യേണ്ട അവസ്ഥയാണ്. പ്രത്യേകിച്ച് നടിമാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആയുഷ്കാലം കുറവാണ് അവർക്ക്. നടന്മാരെ അപേക്ഷിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവർ ഒരുപാട് വർഷം സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ നടിമാരെ സംബന്ധിച്ചോളം കൂടിപ്പോയ ഒരു 5 വർഷം, അതാണ് അവരുടെ പീക്ക് ലെവൽ. ആ സമയത്ത് അവർ അഭിനയിക്കുകയും സമ്പാദിച്ച് കൂട്ടുന്നതൊക്കെയാണ് അവരുടെ അസറ്റ് എന്ന് പറയാം. കാരണം അതിനുശേഷം അടുത്തടുത്ത ആൾക്കാർ വന്നു. നമുക്ക് ഹീറോയിനെ പെട്ടെന്ന് മടക്കും, ഹീറോളം മടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഹീറോസ് ഒക്കെ 50 വർഷം 60 വർഷമൊക്കെ ഇപ്പോഴും സിനിമ ഇൻഡസ്ട്രി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ നടിമാരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് സിനിമയിൽ എത്തിപ്പെട്ടതിന് ശേഷം വീണ്ടും അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പല രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ തയ്യാറാവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സിനിമയിൽ അഭിനയിച്ച് സിനിമ വിട്ട് പോയതിനു ശേഷം വീണ്ടും സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു പടമൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അതിനുശേഷം അവർക്ക് സിസ്റ്റം ചെയ്ത് നിൽക്കാൻ പറ്റാൻ വരുമ്പോൾ അവരെന്ത് ചെയ്യും, കുറെ ഫോട്ടോഷൂട്ടുകൾ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പല പഴയ നടിമാരൊക്കെ പുതിയ ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തി ആ ഫോട്ടോകൾ വെച്ചിട്ട് പല സോഷ്യൽ മീഡിയയിലൊക്കെ അത് പ്രദർശിപ്പിച്ച് ഈ നടി തന്നെ ഇങ്ങനെയൊക്കെ ഫോട്ടോഷൂട്ട് വന്നിരിക്കുന്നത് നമ്മൾ ചിന്തിച്ചു. കാരണം അവർക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷന് ശ്രദ്ധ ആകർഷിക്കാനും നമ്മുടെ ഈ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് ഞാൻ പഴയ പോലെ തന്നെ ഊർജ്ജസ്വലതയാണ് എന്ന് കാണിക്കാനൊക്കെ ഉള്ള ഒരു വ്യഗ്രത പോലെയാണ് ഇപ്പോഴത്തെ ഫോട്ടോഷൂട്ട് കാണുന്നത്. പിന്നെ ഇത്രയും പറയാൻ കാരണം, നമ്മുടെ സിനിമയിൽ ആദ്യമായിട്ട് നല്ല ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് വരിക, അതിനുശേഷം ഡ്രസ്സിന്റെ അളവ് കുറയ്ക്കുക, അതിനുശേഷം തീരെ ഡ്രസ് ഇല്ലാണ്ട് അഭിനയിക്കുന്ന അവസ്ഥയിലേക്ക് വരെ നടിമാർ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് പറയാം. ഈ തീരെ ഡ്രസ് ഇല്ലാണ്ട് നടിച്ച അല്ലെങ്കിൽ തീരെ ഡ്രസ് ഇല്ലാണ്ട് അഭിനയിച്ച ആൾക്കാരൊക്കെ അവർ ബോൾഡ് സീൻ അല്ലെങ്കിൽ ബോൾഡ് ആക്ടേഴ്സ് ആണ്. കാരണം അവർ ആ സീനൊക്കെ നമ്മൾ ബോൾഡ് സീൻ എന്ന് പറയുന്നത്, അവർ ഒരിക്കലും നഗ്നതയായിട്ട് അഭിനയിച്ചു പറയാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ പൂർണ്ണ നഗ്നയായിട്ട് അഭിനയിച്ച 5 നടിമാരെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണോ അതോ കഥാപാത്രം ആവശ്യപ്പെട്ടിട്ടാണോ അറിയത്തില്ല. 5 നായികമാര് പൂർണ്ണ നഗ്നയായിട്ട് അഭിനയിച്ച് അപ്പൊ ഈ വീട്ടിൽ പറയാൻ ആഗ്രഹിക്കുന്ന 5 പേരെ കുറിച്ചാണ്. ആദ്യം തന്നെ നമുക്ക് കനിക്കുസൃതിയിലേക്ക് വരാം. കനിക്കുസൃതിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ അച്ഛൻ മൈത്രേയൻ, അമ്മ ജയശ്രീ, അവർക്കൊക്കെ നമ്മുടെ പബ്ലിക് പൊതുയിടങ്ങളിലൊക്കെ അത്യാവശ്യം പേരും പ്രശസ്തിയുള്ള ആൾക്കാർ തന്നെയാണ്, ഒരുപാട് റെസ്പെക്ട് കിട്ടുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. കനിക്കുസൃതിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ വേറെയാണ്. പുള്ളിക്കാരി സിനിമയിലേക്ക് എത്തിപ്പെടുക, സിനിമയുടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുക. കൂടുതൽ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് വേഷങ്ങളായിരുന്നു അവർ തേടി വന്നിട്ട്. എന്തിനാണെന്ന് അറിയത്തില്ല, ഒരുപാട് വേഷങ്ങളിൽ അവരങ്ങനെ ചാപ്പ കുത്തപ്പെട്ടായിരുന്നു. പിന്നീട് അവര് അത്യാവശ്യം തിരക്കുകളില്ലാത്ത വേഷങ്ങൾ ചെയ്തു വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിരിയാണി എന്ന് പറഞ്ഞ സിനിമയിൽ ഇവർ അഭിനയിക്കുന്നത്. ആ അഭിനയത്തിന് അവർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയും പോലും ബിരിയാണിയിൽ ഒരു പൂർണ്ണ നഗ്നയായിട്ട് കുറെ ബോൾഡ് സീൻ, ഈ പറഞ്ഞ ബോൾഡ് സീനൊക്കെ ചെയ്തിരുന്നു. അത് എന്തിന്റെ ഭാഗമാണെന്ന് അറിയത്തില്ല, പക്ഷെ അവർ ബോൾഡ് സീനൊക്കെ ചെയ്തു. കഥാപാത്രം ആവശ്യപ്പെട്ടുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ അതിനെ ബിരിയാണിയുടെ അഭിനയത്തെക്കുറിച്ചും അവരെ ചെയ്ത വേഷത്തെക്കുറിച്ചും 2 അഭിപ്രായം പറഞ്ഞ ആൾക്കാരുണ്ട്. ചിലർ പറഞ്ഞ് ഇത്രയും തരം താഴേണ്ട ആവശ്യമില്ലായിരുന്നു, ഇങ്ങനെ അഭിനയിച്ച് കിട്ടുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ അഭിനയിക്കാണ്ടിരിക്കുകയായിരുന്നു ചില ആൾക്കാരെ പറയുന്നു. ചിലർ പറയുന്നു വളരെ ബോൾഡായിട്ട് ഇങ്ങനെ സീൻ ചെയ്തത് അതിനൊരു കഴിവ് വേണം, അതുകൊണ്ട് കനിക്കുസൃതിക്ക് അപ്രീസിയേഷൻ കൊടുത്ത കുറെ പേരുണ്ട്. അങ്ങനെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി അവർ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് കുറെ വെബ് സീരീസ് ഒക്കെ അഭിനയിച്ച്, പിന്നീട് പായൽ കബാഡിയുടെ ഓൾ വി ഇമാജിൻ ലൈഫ്സ് മുതലായ സിനിമകളിലൊക്കെ അഭിനയിച്ച് ക്യാനിലൊക്കെ പോയി ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു പേരും പ്രസിദ്ധിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത അല്ലെ നമ്മുടെ തുടക്ക കാലഘട്ടത്തിൽ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു കാര്യം പിന്നീട് അവർക്കൊരു ബുദ്ധിമുട്ടായി മാറി. അന്ന് അവരതിനെ ന്യായീകരിച്ചെങ്കിൽ പോലും പിന്നീടുള്ള പ്രൊഡ്യൂസറിന്റെ ഇന്റർവ്യൂലൊക്കെ അവരതിനെ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് പൈസയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തത്, അന്ന് എനിക്ക് പൈസയ്ക്ക് ആവശ്യമായത് 1.5 ലക്ഷം രൂപ കിട്ടിയപ്പോൾ ഞാൻ അഭിനയിച്ചതാണ്. അതങ്ങനെ പറഞ്ഞ് അവരതിനെ ആ സിനിമേനെയും അവരുടെ കഥാപാത്രത്തിനെയും അതൊക്കെ അവരങ്ങ് തള്ളിക്കളഞ്ഞപ്പോഴാണ് ഇതിന്റെ അർത്ഥം മാറിപ്പോയത്. അവർ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ ആ അർത്ഥം മാറിപ്പോയില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് അവർക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ട് അഭിനയിച്ച എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അപ്പൊ ഈ കാണുന്ന പ്രേക്ഷകൻ എന്ത് ചിന്തിക്കും, പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഇങ്ങനെ 1.5 ലക്ഷം രൂപയ്ക്ക് ഇങ്ങനത്തെ സീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സീനിന്റെ പുറത്ത് അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും പൈസയ്ക്ക് വേണ്ടി എന്നുള്ള ചിന്താവിലേക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എത്തിച്ചു. മിണ്ടാണ്ട് പോയാൽ മതിയായിരുന്നു. പക്ഷെ കനിക്കുസൃതിയുടെ ഈ ഒരു ബിരിയാണി സിനിമയിലെ സീൻസ് ഇന്നും ഫോൺ സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അവരിനി എത്ര വലിയ സ്റ്റാറായി മാറിയാൽ പോലും അവർ ചെയ്തു വെച്ച ഈ വേഷം അവർക്കൊരു കരടായി എപ്പോഴും നിലനിൽക്കും തോന്നുന്നു. പക്ഷെ കനിക്കുസൃതി ഇപ്പോൾ നല്ലൊരു ലെവലിലാണ് അവരുടെ കയ്യിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ഇപ്പോൾ നമ്മുടെ അംബിക രാധ, അവരുടെ രാധയുടെ മകളാണ്, മൂത്ത മകളാണ് കാർത്തിക നായർ. രാധ നമുക്കറിയാം തമിഴ് സിനിമയിൽ വലിയൊരു വിജയം സമ്മാനിച്ച ഒരു ആക്ട്രസ് ആണ്. അവർ ഒരുപാട് ഗ്ലാമറസ് ആയിട്ട് അഭിനയിച്ചില്ലെങ്കിൽ പോലും ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്ന ഒരു നടിയായിരുന്നു രാധ. ഒരു സമയത്ത് കല്യാണം കഴിച്ച് പിന്നെ സിനിമ ഫീൽഡിലൊക്കെ വിട്ട് കുടുംബിനിയായി ജീവിച്ച് നല്ലൊരു കുടുംബം സെറ്റ് ചെയ്തെടുത്ത ഒരു വ്യക്തിയാണ്.
രാധ. അപ്പൊ രാധയുടെ മകളെ സിനിമയിലേക്ക് എൻട്രി ചെയ്യണമെന്ന് രാധയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കാർത്തിക നായർ ഭാരതി രാജയുടെ അന്നക്കുടി എന്ന് പറഞ്ഞ സിനിമയിലൂടെ എൻട്രി ചെയ്യിച്ചു. ഈ രാധയും ഈ പറഞ്ഞ ഭാരതി രാജയുടെ സിനിമയിലൂടെയാണ് എൻട്രി ചെയ്തത്. അപ്പൊ നമ്മുടെ ഗുരുനാഥനെ കൊണ്ട് തന്നെ നമ്മുടെ മകളെ സിനിമയിലേക്ക് എൻട്രി ചെയ്യിക്കാമെന്ന് രാധ തീരുമാനിക്കുകയും അങ്ങനെ ഭാരതി രാജയുടെ ഡയറക്ഷനിൽ അന്നക്കുടി എന്ന സിനിമയിൽ കാർത്തിക നായർ എൻട്രി ചെയ്യുന്നു. ഈ ഭാരതി രാജ ഒരു തെറ്റാൻ എനിക്ക് കുറച്ച് തപ്പാണ് വെച്ചാൽ നമ്മള് സിനിമയിൽ കൊണ്ടുവന്ന ഒരു നടിയുടെ മകളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ച് മാന്യമായ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുള്ളിക്കാൻ ചിന്തിച്ചില്ല. ഒരു സീനിൽ കാർത്തിക നായരുടെ ബാക്ക് സൈഡ് മുഴുവനും നേക്കഡായിട്ട് കാണിക്കുന്ന രീതിയിൽ അവരെ കൊണ്ട് അഭിനയിപ്പിച്ചു ആ സിനിമയിൽ. ഇനി രാധ എന്തിനാണ് അതിന് എസ് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നത്. ഒരു പക്ഷേ തന്റെ ഡയറക്ടറിന്മേലുണ്ടാകുന്ന ഒരു വിശ്വാസമായിരിക്കും അവരതിന് എസ് പറഞ്ഞത്. കാർത്തിക അഭിനയിച്ചു. അങ്ങനെ ആ ബാക്ക് സൈഡ് മൊത്തം നേക്കഡായിട്ട് രീതിയിൽ അന്നക്കുടി എന്ന സിനിമയിൽ കാർത്തിക നായർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് അവർക്ക് സിനിമയിൽ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ച് പിന്നീട് ജീവിതം സെറ്റിലായി പോവുകയത്, കല്യാണം കഴിച്ച് പോവുകയത്. സിനിമയിൽ പിന്നെ വലിയൊരു ചലനം ഉണ്ടാക്കാൻ കാർത്തിക നായർക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ചെയ്താണെന്നില്ല. ഫസ്റ്റ് പടത്തിൽ അമ്മേനെ സിനിമയിൽ കൊണ്ടുവന്ന ഡയറക്ടർ നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് നല്ലൊരു ബൂസ്റ്റപ്പ് കിട്ടും, നല്ലൊരു എൻട്രി കിട്ടും എന്ന് വിചാരിച്ച് കുറച്ച് ബോൾഡായിട്ട് അഭിനയിച്ചാണ്. പക്ഷേ സീറ്റിൽ പോയി. അതിനുശേഷം നല്ലൊരു ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. ഇന്ത്യൻ സിനിമയിൽ തന്നെ നേക്കഡായിട്ട് അഭിനയിച്ച് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച നടിയാണ് സീമ വിശ്വാസ്. പണ്ഡിറ്റ് ക്യൂ എന്ന് പറഞ്ഞ സിനിമയിലാണ് പൂലം ദേവിയുടെ കഥാപാത്രമാണ് സീമ വിശ്വാസ് ചെയ്തത്. അതില് തെരുവിലൂടെ നഗ്നയായിട്ട് പോകുന്ന സീനുണ്ട്. അത് റിയൽ ലൈഫിലെ പൂലം ദേവി അനുഭവിച്ച ഒരു പ്രശ്നം അത് റിയലായിട്ട് തന്നെ കാണിച്ച ഒരു സീനായിരുന്നു. അങ്ങനെ നഗ്നയായിട്ട് തെരുവിലൂടെ പോകുന്ന ഒരു സീൻ സീമ വിശ്വാസ് പണ്ഡിറ്റ് ക്യൂണിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് വിവാദം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീമ വിശ്വാസ് തന്നെ പറഞ്ഞ ബോഡി മാറ്റിയതാണ്, ഞാനല്ല അത് വേറെ സ്ത്രീയാണ് ചെയ്തത്. അതായത് പുള്ളിക്കാരി പരാതിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വിവാദം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും സീമ വിശ്വാസിന്റെ നഗ്നത മേനി തന്നെയായിട്ടാണ് ഇന്നും ജനങ്ങൾ അതിനെ കാണുന്നത്. അവരിനി അത് വേറെ ആളാണ് ചെയ്തത്, ഞാനല്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതിൽ അഭിനയിച്ച സീമ വിശ്വാസ് തന്നെയാണ് ആ വേഷം ചെയ്തതെന്നാണ്. അതിനുശേഷം സീമ വിശ്വാസ് കുറെ സിനിമകളൊക്കെ അഭിനയിച്ചാൽ പോലും അവർക്ക് വലിയൊരു ഇടം ഇന്ത്യൻ സിനിമാ ലോകത്ത് കിട്ടിയില്ല. അവാർഡുകളൊക്കെ വാരി കൂട്ടിയെങ്കിൽ പോലും പോലെ സീമ വിശ്വാസം സിനിമാ ഫീൽഡിൽ നിന്ന് പതിയെ വിട്ടു നിൽക്കാൻ തുടങ്ങി. ഇന്നവർക്ക് 60 വയസ്സായി. അപ്പൊ പണ്ഡിറ്റും സിനിമ കണ്ടവർക്ക് അറിയാം ആ സിനിമ എത്രത്തോളം ബോൾഡായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ മോഹൻലാല് കേന്ദ്ര കഥാപാത്രമായിട്ട് ബ്ലസ് ചെയ്ത പടമാണ് തന്മാത്ര ഒരു വലിയ ഹിറ്റായ ഒരു സിനിമയാണ്. അതിലെ നായികയായിരുന്നു മീര വാസ്തവ്. ഇതിനകത്ത് ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ കൂടെ സെക്സിൽ ഏർപ്പെട്ട് അതിന്റെ ഇടയിലാണ് ഓർമ്മ നഷ്ടപ്പെടുന്നത്. അപ്പൊ രണ്ടുപേരുടെ നഗ്നത കാണിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. മോഹൻലാലിന്റെ നഗ്നത കാണിക്കുന്നുണ്ട്, രണ്ടുപേരും നഗ്നത കാണിച്ചിട്ടുണ്ട്. പക്ഷെ മോഹൻലാലിന്റെ നഗ്നത അത്രത്തോളം ചർച്ച ചെയ്യപ്പെടില്ല, ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നു നഗ്നത കാണാൻ. പക്ഷെ മീര വാസ്തവിന്റെ ആ നഗ്നത പ്രദർശനം അവർ മാർക്കറ്റ് ചെയ്തു. അപ്പൊ മീര എന്തിനാണ് ആ പടത്തിൽ, മലയാളത്തിലേക്ക് എൻട്രി ചെയ്ത ആ പടത്തിൽ എന്തിനാണ് ഇങ്ങനെ നഗ്നത വേഷം ചെയ്തതെന്ന് എനിക്ക് ആ സീനിന്റെ കൂടെ ആവശ്യമില്ല. പക്ഷെ എന്തിനാണ് അങ്ങനെ സീൻ പുള്ളിക്കാരി ചെയ്യാൻ വില്ലിങ് അതില്ല. ഒരു പക്ഷേ മോഹൻലാല് ബ്ലസ്സി വലിയ ബാൻഡ് മലയാളത്തിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു മൈലേജ് കിട്ടും, നമുക്ക് ഇവിടെ ഒരു നിലനിൽപ്പ് ഉണ്ടാവുന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പാവം ചെയ്തായിരിക്കാം. പക്ഷെ ആ സിനിമയോട് സിനിമാ മേഖലയിൽ മലയാളത്തിൽ വലിയ രീതിയിലുള്ള തരംഗമാകാൻ മീര വാസ്തവിന് കഴിഞ്ഞില്ല. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അന്ന് എടുത്ത ഡിസിഷൻ തെറ്റായി പോയി. അന്നുണ്ടായിരുന്ന പുള്ളിക്കാരത്തിയുടെ ആദ്യത്തെ ഭർത്താവിന്റെ ഒക്കെ നിർബന്ധത്തിന് വഴിയാണ് നമ്മൾ അങ്ങനത്തെ ഒരു വേഷം ചെയ്തതെന്നൊക്കെ അവർ പിൽക്കാലത്ത് പറഞ്ഞിരുന്നു. പക്ഷെ അവർക്ക് അതുകൊണ്ടൊരു നെഗറ്റിവിറ്റി ആണ് ഉണ്ടായത്. അതിനുശേഷം അവർക്ക് നല്ലൊരു മൈലേജോ നല്ലൊരു കരിയറോ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ സീരിയലിലൊക്കെ വന്ന് കുടുംബങ്ങളൊക്കെ പോലുള്ള സീരിയലിലൊക്കെ അഭിനയിച്ച് ഇപ്പൊ കുടുംബ പ്രേക്ഷകരുടെ ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ മാറിയിട്ടുണ്ട്. വീണ്ടും വിവാഹം കഴിച്ച് അവർ സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പൊ എന്നും അവരുടെ ഉള്ളിൽ അതൊരു കണ്ണിലെ കരടായിട്ടോ അല്ലെ അവരുടെ ജീവിതത്തിലൊരു കറുത്ത ഏടായിട്ടോ അവരെ കാണുന്നുണ്ടാവും. റീസെന്റ് ആയിട്ട് നമ്മുടെ ദിവ്യപ്രഭ അഭിനയിച്ച ഓൾ വി ഇമാജിൻ ലൈഫിലെ ഒരു സീൻ, ആ സീൻ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത് കണ്ടതാണ്. അപ്പൊ ആ സിനിമയിൽ അവർ അങ്ങനെ ഒരു ചെറിയൊരു നഗ്നത പ്രദർശനം കാണിക്കുക, അത് പിന്നീട് ഒരുപാട് വലിയ ചർച്ചകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദിവ്യപ്രഭയെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു നഗ്ന പ്രദർശനം എന്തിനു കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിലനിൽപ്പിന്റെ ഫലമാണ്. അവർക്ക് സിനിമകൾ വളരെ കുറവാണ്, അവർ നല്ലൊരു അഭിനേത്രിയാണ്, അവർക്ക് ഒരുപാട് ടാലന്റ് ഉള്ള വ്യക്തിയാണ്. പക്ഷെ വേണ്ടത്ര രീതിയിൽ അവർ ഉപയോഗിക്കപ്പെടുന്നില്ല. അപ്പോൾ ഒരു ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ സിനിമ വന്നപ്പോൾ സീൻ അവരോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞ പോലെ ചെയ്തു. പക്ഷെ അതിനെ അവർക്ക് കരിയറിൽ കേരളത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അവർക്ക് ഉണ്ടാക്കിയെടുത്ത് കുറെ നാളേക്ക് അതൊരു ഭയങ്കരമായിട്ടൊരു ചർച്ചകളായി പോയിരുന്നു. പക്ഷെ അവരതിനൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാണ്ട് അതിനെ കൂളായിട്ട് തള്ളിക്കളഞ്ഞ് അവരവരുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നെ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു നഗ്ന പ്രദർശനം കഴിഞ്ഞ ശേഷം അവർക്ക് നല്ലൊരു സിനിമകളൊന്നും വന്നു ചേരുന്നില്ല. എല്ലാം വേറൊരു തരം കാറ്റഗറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നുണ്ട്. നല്ലൊരു കരിയർ അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടില്ല, ഒരു പക്ഷേ ഇനി ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വേഷം ചെയ്യാൻ ദിവ്യപ്രഭ തയ്യാറായി. അപ്പൊ ഇതൊക്കെ ബോൾഡ് സീൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് ഇങ്ങനെയൊക്കെ വേഷം ചെയ്യാൻ കാരണം. ഇപ്പൊ നമ്മൾ പൂർണ്ണ നഗ്നതയായിട്ട് അഭിനയിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കഥാപാത്രം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ രീതി പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ചെയ്യിക്കണേ. ഒന്നാമത്തെ കേസ് മനുഷ്യന്റെ സൈക്കോളജി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ കാണുമ്പോൾ ഇഷ്ടമായിരിക്കും, ആൾക്കാരത് പിന്നെയും കാണാൻ ആഗ്രഹിക്കും, കുറച്ചുകൂടെ കാണാൻ ആഗ്രഹിക്കും. അങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സ്. പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റ് അങ്ങ് പോയി കാണും. അപ്പൊ അതായിരിക്കും ഇവരൊന്നും ഇൻഡസ്ട്രിയിൽ വേണ്ടത്ര രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് പോയെന്ന് തോന്നുന്നു.
പിന്നെ ഇതിന്റെ ഒക്കെ ട്രോമ ഉണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് അഭിനയിച്ചു പോയി, പിന്നീട് നമുക്ക് നെഗറ്റിവിറ്റീസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥയൊക്കെ വേറെ രീതിയിൽ പോവുകയും പിന്നെ വേറെ പല വിഷയത്തിലേക്കൊക്കെ പോയി ലൈഫിന് കളയുന്ന ഒരു അവസ്ഥയും കൂടെയാണ്. അപ്പൊ ബോൾഡ് സീൻ, അത് ആ സീൻ ആ കഥാപാത്രം ആവശ്യപ്പെട്ടു, ഇതൊക്കെ ചുമ്മയാണ്. ഇങ്ങനൊന്നും അഭിനയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കഥാപാത്രം ഒന്നും ആവശ്യപ്പെടുന്നില്ല, ചുമ്മാ എഴുതി വെക്കുന്നതാണ്. ആ കഥാപാത്രം അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് ഇത് കാണിക്കാണ്ട് തന്നെ പേഷ്യനിലേക്ക് എത്തിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ആ സമയത്ത് ഇതൊക്കെ കാണിക്കുന്നത് ജസ്റ്റ് മാർക്കറ്റിങ്. പിന്നെ ഇവരൊക്കെ ഇതിന് വില്ലിങ് ആവുന്നത് നമുക്ക് നിലനിൽക്കണം, നമുക്ക് ഇത് വിട്ട വേറെ ഓപ്ഷൻ ഇല്ലാന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അതിന് വേണ്ടിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലൊന്നും വലിയ കഥകളൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. ഇത് കഥാപാത്രം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ബോൾഡ് സീൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഈ 5 പേരെ കുറിച്ച് ജസ്റ്റ് പറയാൻ വേണ്ടി വന്നാണ്. അപ്പൊ ഇവരുടെ നഗ്നതാ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ ഇനിയും നല്ല വീഡിയോസ് ഇട്ടുവരെ ബൈ.